എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കുറച്ചു മുമ്പാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഏഷ്യാനെറ്റിൽ ദൈർഘ്യമേറിയ ഒരു ഇന്റർവ്യൂ വിനുവുമായിട്ട് നടത്തിയത്. നമുക്കൊക്കെ അറിയാലോ, കഴിഞ്ഞ ഒരു 2 ദിവസമായിട്ട്, 2 ദിവസമല്ല, ഈ ഇലക്ഷൻ പ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസിലുണ്ടായ വിവാദങ്ങളും സീറ്റ് സംബന്ധിച്ച തർക്കങ്ങളും ഏറ്റവും അവസാനം സുധാകരനുമായി ഉള്ള സീറ്റിന് വേണ്ടിയിട്ടുള്ള തർക്കങ്ങളും ഒക്കെ കൂടി ഒരു യു.ഡി.എഫിന്റെ പ്രതിച്ഛായ, യു.ഡി.എഫിന്റെ എന്നല്ല പറയുന്നത്, യു.ഡി.എഫിന്റെ പ്രതിച്ഛായ എന്ന് പറയുന്നത് തെറ്റായിരിക്കാം, കോൺഗ്രസിന്റെ ഒരു പ്രതിച്ഛായ പൊതുമണ്ഡലങ്ങളിൽ വല്ലാതെ ഇടിഞ്ഞിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് വി.ഡി. സതീശൻ വിനുവുമായി നടത്തിയ ഈ ഇന്റർവ്യൂവിൽ നമ്മൾ വി.ഡി. സതീശന്റെ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ ഫുൾ കോൺഫിഡൻസിൽ എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ സതീശൻ നേരത്തെ പറഞ്ഞ പോലെ 100+ സീറ്റുകൾ, 100ൽ കൂടുതൽ സീറ്റുകൾ എന്തായാലും UDF നേടും എന്ന ഒരു ദൃഢ നിശ്ചയം. മാത്രമല്ല വിനുവിന്റെ ചോദ്യങ്ങൾക്കൊക്കെ വളരെ കൃത്യമായ മറുപടികൾ. അങ്ങനെയുള്ളൊരു വി.ഡി. സതീശനെയാണ് കണ്ടത്. ആ ഇന്റർവ്യൂവിൽ ഒരുപാട് കാര്യങ്ങൾ വി.ഡി. സതീശൻ പറയുകയുണ്ടായി കേട്ടോ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് വി.ഡി. സതീശന്റെ ഈ ഇന്റർവ്യൂ യഥാർത്ഥത്തിൽ UDFിന്റെ ഒരു പ്രചരണ ആയുധമായിട്ട്, അല്ലെങ്കിൽ പ്രചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളായിട്ട് ഈ ഇന്റർവ്യൂ ഉപകാരപ്രദമാകുമെന്നാണ് ഞാൻ കരുതുന്നത് കേട്ടോ. കാരണം അതിൽ ഒരുപാട്, പ്രത്യേകിച്ചും LDF നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ ഒരുപാട് വ്യാജ വാർത്തകൾ, വ്യാജ നിർമ്മിതികൾ, ഇതിനെയൊക്കെ സതീശൻ വളരെ കൃത്യമായി പൊളിച്ചടുക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ചും ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട ഈ തള്ളുകൾ, LDF നടത്തിക്കൊണ്ടിരിക്കുന്ന, CPM നടത്തിക്കൊണ്ടിരിക്കുന്ന തള്ളുകൾ ഉണ്ടല്ലോ, 1.25 ലക്ഷം കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നൊക്കെ പറയുമ്പം വളരെ കൂളായിട്ട് ചിരിച്ചുകൊണ്ട് വി.ഡി. സതീശൻ പറയാണ് ആകെ 38,000 കോടിയുടെ വികസന പദ്ധതികളാണ് കിഫ്ബി നടപ്പിലാക്കിയത്. അത് ഇനി കിഫ്ബി നടപ്പിലാക്കിയില്ലെങ്കിലും അതിങ്ങനെ ഈ ബഡ്ജറ്റിന്റെ പുറത്ത് ഇങ്ങനെയൊരു സംവിധാനത്തിന്റെ സംവിധാനത്തിന്റെ കീഴിൽ നടപ്പാക്കിയില്ലെങ്കിൽ സ്വാഭാവികമായി ഇത് സംസ്ഥാന സർക്കാരിന്റെ ധനവകുപ്പിന് നടപ്പാക്കാവുന്നതേ ഉള്ളൂ. അതല്ലാതെ കിഫ്ബി എന്ന് പറഞ്ഞ സംവിധാനമേ വേണ്ട. കാരണം ഈ പെട്രോളിന്റെ സെസ്സും ഈ മദ്യത്തിന്റെ സെസ്സും എല്ലാം കൂടി, അതാണല്ലോ ഒരു കിഫ്ബിയുടെ വരുമാന മാർഗം എന്ന് പറയുന്നത്. അത് നേരിട്ട് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സാധാരണ രീതിയിലുള്ള ഒരു ബഡ്ജറ്റ് അലോക്കേഷനിൽ അത് കൂട്ടിയാൽ അല്ലെങ്കിൽ അത് പെടുത്തിയാൽ അതുകൊണ്ട് നടത്താവുന്ന വികസന പ്രവർത്തനങ്ങളേ ഉള്ളൂ. പിന്നെ എന്തിന്റെ കിഫ്ബി എന്ന് സതീശൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് 1.25 ലക്ഷം കോടിയുടെ വികസന പ്രവർത്തനം എന്ന് പറയുന്നത് അതൊന്നുമില്ല, അതൊക്കെ കടലാസിൽ മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ചെലവാക്കിയ തുക എന്ന് പറയുന്നത് 38,000 കോടിയാണ്. ഈ 38,000 കോടി എന്ന് പറയുന്നത് 30,000 കോടിയും ബഡ്ജറ്റ് അലോക്കേഷനാണ്. അതല്ലാതെ കിഫ്ബിയിലേക്ക് വന്ന ഈ തുക എന്ന് പറയുന്നത്, സെസ്സിന്റെ തുക എന്ന് പറയുന്നത് ആകെ 8,000 കോടി രൂപ മാത്രമാണ്. പിന്നെ എന്തിനാണ് ഈ ഒരു കിഫ്ബി എന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല കിഫ്ബി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചാരണങ്ങൾ, അതായത് പിണറായി വിജയന്റെ ഗ്ലാമർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, LDFിന്റെ ഒരു ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടിയിട്ട് കിഫ്ബി ഏതാണ്ട് കോടിക്കണക്കിന് രൂപ കിഫ്ബി ചെലവഴിക്കുന്നു. ഇതൊക്കെ വളരെ കൃത്യതയോടെ സതീശൻ ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ. അക്കാര്യത്തിൽ നമുക്ക് പിന്നെ മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയാം. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPMഉം BJPയും തമ്മിലുള്ള ഒരു അന്തർധാരയെ കുറിച്ച്, ഒരു അഡ്ജസ്റ്റ്മെന്റിനെ കുറിച്ച് ഇതിൽ സതീശൻ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഏറ്റവും പ്രധാനം പാലക്കാടാണ്. പാലക്കാട് ഒരുപക്ഷെ എല്ലാ നിരീക്ഷകരും വളരെ കൃത്യതയോടെ പ്രവചിക്കുന്ന ഒരു കാര്യം, പാലക്കാട് വിജയിക്കാൻ പോകുന്നത് BJP ആണ്. ഒരുപക്ഷെ ഈ 140 മണ്ഡലങ്ങളിലും വെച്ച് ഏറ്റവും ആദ്യത്തെ ഒരു BJPയുടെ ഒരു വിജയ പ്രഖ്യാപനം ഉണ്ടാകുന്നത് ശോഭാ സുരേന്ദ്രൻ ആയിരിക്കും കേട്ടോ. ഒരുപക്ഷെ നേമത്ത് രാജീവ് ചന്ദ്രശേഖരന് എല്ലാവിധ സാധ്യതകളുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് ജയിക്കാൻ പോകുന്നത് എന്നും ഈ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ സാധ്യത എന്ന് പറയുന്നത് പാലക്കാടാണ്. കാരണം പാലക്കാട് ഒരുപാട് ഘടകങ്ങളുണ്ട് കേട്ടോ. ഒന്ന്, ശോഭാ സുരേന്ദ്രൻ വ്യക്തിപരമായി നേടാൻ പോകുന്ന വോട്ടുകൾ, ഈ വോട്ടുകൾ തീർച്ചയായും BJP ആ മണ്ഡലം പിടിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോഴാണ് വി.ഡി. സതീശൻ പറയുന്നത് ആ ഒരു വിജയത്തിന്, BJPയുടെ വിജയത്തിന്, ശോഭാ സുരേന്ദ്രന്റെ വിജയത്തിന് വഴിയൊരുക്കുന്നത് CPM ആണ്. അല്ലെങ്കിൽ CPMഉം BJPയും തമ്മിലുള്ള ഒരു ധാരണ പാലക്കാട് മണ്ഡലത്തിലുണ്ട്. അതിനെ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ സ്ഥാനാർത്ഥി, ഒരുപക്ഷെ ഈ 140 മണ്ഡലങ്ങളിലെയും ഏറ്റവും ദുർബലനായ സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ പാലക്കാട് CPM ഇറക്കിയ എന്തായാലും പേര് NMR റസാഖ്. നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ അങ്ങനെ ഒരു രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ NMR റസാഖ് എന്ന് പറയുന്ന പേര് കേൾക്കില്ല. അയാൾ ഒരു ഹോട്ടൽ വ്യവസായിയാണ് അത്രേ. അപ്പോൾ ഒരു ഹോട്ടൽ വ്യവസായി അവിടെ കൊണ്ടുവന്നത് എന്താ പറയുക, ഒരു പെയ്ഡ് സീറ്റാണ്.
മാത്രമല്ല അത് അങ്ങനെ അവിടെ നിർത്തുന്നത് വളരെ കൃത്യമായ ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ്. പാലക്കാട് മണ്ഡലത്തിൽ ഒരുപാട് മുസ്ലിം വോട്ടുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ മുസ്ലിം വോട്ടുകളെ ധ്രുവീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു NMR റസാക്കിനെ അവിടെ നിർത്തിയത് എന്ന് നേരത്തെ തന്നെ പലരും പറഞ്ഞിരുന്നു. പക്ഷെ സതീശൻ കുറേ കൂടി വ്യക്തമായിട്ട് പറയുകയാണ്, സംസ്ഥാനത്തുടനീളം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്, കാരണം BJPയുടെ ഒരു ലക്ഷ്യമാണല്ലോ, BJPയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും UDFനെ തോൽപ്പിക്കണം, കോൺഗ്രസിനെ തോൽപ്പിക്കണം. ഇതിനു വേണ്ടിയിട്ട് CPM-ഉം BJPയും തമ്മിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ആ അഡ്ജസ്റ്റ്മെന്റിന്റെ പ്രകടമായ ഉദാഹരണമാണ് പാലക്കാട് എന്നാണ് സതീശൻ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെ ശോഭാ സുരേന്ദ്രനെ ഇതുവഴി സഹായിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു 10 മണ്ഡലങ്ങളിൽ തന്നെയെങ്കിലും ഇതിന് പ്രത്യുപകാരം എന്നോണം BJP CPM-നെയും സഹായിക്കുമെന്ന് സതീശൻ പറയുന്നു കേട്ടോ. പക്ഷെ സതീശന്റെ ആ പറച്ചിലൊക്കെ അവിടെ നിൽക്കട്ടെ. പാലക്കാട് എന്തായാലും ജയിക്കാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനാണ്. എങ്ങനെ, എന്തുകൊണ്ട്? ഒന്ന്, നമുക്കറിയാം പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടം അവിടെ ജയിച്ചത് ഏതാണ്ട് എത്രയാണ്? പാലക്കാട് കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നത് 18,840 വോട്ടിന് ഭൂരിപക്ഷത്തിനാണ് കേട്ടോ. 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് കഴിഞ്ഞ തവണ ഇവിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടം ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നത്. യഥാർത്ഥത്തിൽ 2024 ആ ബൈ ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിന് 58,389 വോട്ടും BJP സ്ഥാനാർത്ഥിയായ സി കൃഷ്ണകുമാറിൻ സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലി BJPക്ക് ഉള്ളിൽ തന്നെ ഒരുപാട് അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ആ തെരഞ്ഞെടുപ്പിലും 2024 ആ ഉപതെരഞ്ഞെടുപ്പില്, അതായത് അവിടുന്ന് ഷാഫി ലോക്സഭയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് വടകരയ്ക്ക് പോകുമ്പോൾ അവിടെ ആ ഒഴിഞ്ഞ സീറ്റിൽ ആണ് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്, നമുക്കൊക്കെ അറിയാലോ. അപ്പൊ അവിടെ സി കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായതിനെ ചൊല്ലി BJPയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചില വിമത സ്വരങ്ങളൊക്കെ അവിടെ ഉയർന്നിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ചത് അവിടെ ശോഭാ സുരേന്ദ്രൻ വരുമെന്നായിരുന്നു. പക്ഷേ ശോഭാ സുരേന്ദ്രൻ വന്നില്ല. സി കൃഷ്ണകുമാറാണ് മത്സരിച്ചത്. സി കൃഷ്ണകുമാറിന് 39,549, രണ്ടാം സ്ഥാനത്താണ് BJP. അങ്ങനെ 18,840 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ആര് ജയിക്കുന്നത്? നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ജയിക്കുന്നത്. അവിടെ ഡോക്ടർ പി സരീന് കിട്ടിയത് 37,003 സ്ഥാനം. CPM-നെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് നമ്മൾ കണക്കാക്കണ്ട. കാരണം പാലക്കാട് എന്തായാലും CPM എന്ന് പറയുന്നത് 3-ാം സ്ഥാനത്താണ് കഴിഞ്ഞ തവണ 2024 ബൈ ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. ഇനി നമുക്ക് 2021 നോക്കാം. 2021 അവിടെ ഷാഫി 3,859 എന്ന് പറയുന്ന ഒരു നേരിയ ഭൂരിപക്ഷത്തിനാണ് കേട്ടോ 2021 ഷാഫി പറമ്പിൽ പാലക്കാട് ജയിക്കുന്നത്. കാരണം എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നു? ഈ ശ്രീധരനായിരുന്നു. BJPയുടെ ഈ ശ്രീധരന് 50,220 വോട്ടും ഷാഫിക്ക് 54,079 വോട്ടുമാണ് കിട്ടിയത്. അന്ന് CPM-ലെ സ്ഥാനാർത്ഥി ആരാണ്? CP പ്രമോദ് ആയിരുന്നു. CP പ്രമോദിന് 36,433 വോട്ടുകളും കിട്ടി. അപ്പം പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു വോട്ടിംഗ് പാറ്റേൺ മനസ്സിലായല്ലോ. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 തെരഞ്ഞെടുപ്പിൽ വെറും 3,859 വോട്ടുകൾക്കാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന കരുത്തനായ, അല്ലെ, പ്രത്യേകിച്ചും ഒരു ക്രൗഡ് പുള്ളറായ വോട്ട്. അത് നമുക്കറിയാം. ഷാഫി വടകരയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യം, ടീച്ചറമ്മയെ വരെ മലർത്തിയടിച്ച ഷാഫി പറമ്പിൽ പാലക്കാട് പൊരുതി നേടിയ വിജയമാണ് 3,859 വോട്ടിന്റെ ലീഡ്. ഇനി കുറച്ചുകൂടി പിന്നോട്ട് പോകാം. 2016 അവിടെ ഷാഫിയാണ് ജയിക്കുന്നത്. ഷാഫിക്ക് അന്ന് 17,453 വോട്ടിന്റെ ലീഡാണ്. അതായത് 2016 ഷാഫിയോട് മത്സരിച്ചത് ശോഭാ സുരേന്ദ്രനായിരുന്നു. മറക്കരുത്, ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ 2016. പക്ഷെ 2016 നിന്ന് 2026 എത്തുമ്പോൾ 10 വർഷത്തിന് ശേഷം പാലക്കാട് മണ്ഡലത്തിൽ BJP അതിന്റെ വോട്ടിംഗ് പെർസെന്റേജ് വളരെയേറെ ഉയർത്തിയിട്ടുണ്ട്. അതായത് 2016 ശോഭക്ക് 40,076 വോട്ടാണ് കിട്ടിയിട്ട്. 40,076 വോട്ട്, ഷാഫിക്ക് 57,553. അങ്ങനെയാണ് 17,453 വോട്ട് ഷാഫി ഭൂരിപക്ഷം നേടുന്നത്. പക്ഷേ ഈ 2024 രാഹുൽ മാങ്കൂട്ടം ഷാഫിയുടെ ആ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമായ 17,453 എന്നുള്ളത് 18,840 രാഹുൽ മാങ്കൂട്ടം ഉയർത്തി കേട്ടോ. അന്നവിടെ മറ്റൊന്ന്, 2016 CPM-ന്റെ കരുത്തനായ സ്ഥാനാർത്ഥി, യുവാക്കളുടെ ആവേശം NN കൃഷ്ണദാസ് 38,670. അപ്പൊ NN കൃഷ്ണദാസ് മത്സരിച്ചിട്ട് പോലും പാലക്കാട് എത്രയേ കിട്ടിയിട്ടുള്ളൂ? 3-ാം സ്ഥാനത്ത് 38,675 വോട്ട്. ഇനി 2011 പോകാം. 2011 സ്ഥിതി അപ്പോഴും ഷാഫി പറമ്പിലാണ് 2011 ജയിക്കുന്നത്. അന്നത്തെ ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം 7,403 ആയിരുന്നു. 47,641 വോട്ടുകൾ ഷാഫി പറമ്പിലിനും. CPM-ലെ ആരാണ്? KK ദിവാകരന്
കിട്ടിയത് 40,232. അന്ന് CPM 2ാം സ്ഥാനത്തായിരുന്നു. ഇപ്പം 2011 അക്കാലത്ത് BJP സ്വതവേ ദുർബലമായ എന്ന് പറഞ്ഞാൽ BJPയുടെ ഒരു കേരളത്തിലെ ഒരു വളർച്ച നമുക്കറിയാലോ. ഏറ്റവും ചെറിയൊരു വോട്ടിംഗ് പാറ്റേണിൽ വോട്ടിംഗ് പെർസെന്റേജിൽ നിന്നാണ് BJP പിന്നെ പടിപടിയായി ഉയരുന്നത്. അപ്പൊ 2011 അന്ന് ഉദയഭാസ്കർ ആയിരുന്നു BJPക്ക് വേണ്ടി മത്സരിച്ചത്. അന്ന് ഉദയഭാസ്കറിന് കിട്ടിയത് 22,317. അപ്പൊ BJPയുടെ പാലക്കാട്ടെ ഒരു വളർച്ച ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അതായത് 2011 ഷാഫി പറമ്പിൽ 7,403 വോട്ടുകൾക്ക് ജയിക്കുന്ന ആ അവസരത്തിൽ BJPക്ക് കിട്ടിയ വോട്ട് 22,317 മാത്രമാണ്. 22,000 വോട്ട്. അതാണ് അടുത്ത ഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ 2016 ശോഭാ സുരേന്ദ്രൻ അത് നേരെ ഇരട്ടിയാകുന്നു. 22,000 വോട്ട് എന്ന് പറയുന്ന ഉദയഭാസ്കർ പിടിച്ച 22,000 വോട്ട് ശോഭാ സുരേന്ദ്രൻ വരുന്നതോട് കൂടിയിട്ട് 40,076 ആകുകയാണ് കേട്ടോ. ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ. ഞാൻ ഇപ്പൊ പറഞ്ഞുകൊണ്ട് വരുന്നതാണ്, ശോഭാ സുരേന്ദ്രന് ഒരു വോട്ട് പിടിച്ചു പറ്റാൻ അല്ലെങ്കിൽ വോട്ടുകൾ ആർജിക്കാനുള്ള, വോട്ടുകൾ സമ്പാദിക്കാനുള്ള ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രത്യേക കഴിവാണ് ഞാൻ ഇവിടെ നിങ്ങളോട് ഈ ഒരു എന്താ പറയാ 2011 നിന്ന് 2016 ഉദയഭാസ്കറിന് കിട്ടിയ വോട്ടിന്റെ ഇരട്ടി ശോഭാ സുരേന്ദ്രൻ നേടി എന്നതിലൂടെ ഞാൻ വ്യക്തമാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 2021 എത്തുമ്പോഴാണ് ഈ ശ്രീധരൻ, ഈ ശോഭക്ക് കിട്ടിയ 40,000 ഈ ശ്രീധരൻ എത്രയാണ് വർദ്ധിപ്പിക്കുന്നത്? 50,000 വർദ്ധിപ്പിക്കുന്നത്. ഈ ശ്രീധരനെ സംബന്ധിച്ചിടത്തോളം എന്താ പറയാ വേറെ തരത്തിലുള്ള വ്യക്തിപരമായ ഒരുപാട് വോട്ടുകളൊക്കെ ഈ ശ്രീധരന് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നു. കാരണം അറിയാലോ, മെട്രോമാൻ ഈ ശ്രീധരൻ എന്നുള്ളത് കേരളം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന, പ്രത്യേകിച്ചും യുവാക്കളും യുവതികൾക്കും ഒക്കെ വളരെ പ്രതീക്ഷയോടെ കണ്ടിരുന്നു. പ്രത്യേകിച്ചും അക്കാലത്ത് BJPയുടെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ശ്രീധരൻ അവതരിപ്പിച്ചത്. അപ്പൊ ശ്രീധരന് 50,220 കിട്ടി. ഈ 50,220 കഴിഞ്ഞ തവണ കൃഷ്ണകുമാർ കൊണ്ടുപോയാണ്ട് കൊളാക്കിയത് 39,540 താന്നത്. എന്ന് പറഞ്ഞാൽ 2016 ശോഭാ സുരേന്ദ്രൻ പിടിച്ച വോട്ട് കൂടി കഴിഞ്ഞ തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ 2024 ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, കൃഷ്ണകുമാർ പ്രാദേശികമായി കൃഷ്ണകുമാർ അവിടുത്തെ ഒരു പ്രാദേശിക നേതാവാണെന്നുള്ളതൊക്കെ ശരി തന്നെ. പക്ഷേ ശോഭാ സുരേന്ദ്രനും കൃഷ്ണകുമാറും നമ്മൾ ഒരിക്കലും തുലനം ചെയ്യാൻ പറ്റില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ അത്രമാത്രം കേരളത്തിലെ തന്നെ BJPയിലെ ഏറ്റവും കൂടുതൽ വോട്ട് എന്താ പറയാ നേടാൻ പര്യാപ്തമായ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രസരിപ്പുള്ള അല്ലെങ്കിൽ ഊർജ്ജസ്വലമായി രാഷ്ട്രീയ രംഗത്ത് എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് മിന്നിത്തിളങ്ങുന്ന ശോഭാ സുരേന്ദ്രൻ വീണ്ടും മത്സരിക്കുമ്പോൾ അവിടെ നേരത്തെ പറഞ്ഞ പോലെ CPMന്റെ പ്രത്യേകിച്ച് ഇപ്പം VD സതീശൻ പറയുന്ന പോലെ CPM ഇപ്പൊ സഹായിച്ചില്ലെങ്കിൽ കൂടി അവിടെ വിജയിക്കാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രനാണ്. കാരണം 2-3 ഘടകങ്ങൾ. ഒന്ന്, അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്ന ആരാണ്? രമേശ് പിഷാരടിയാണ്. കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു പ്രത്യേക, അതായത് ഷാഫിയുടെ ഒരു പിന്തുണ, ഷാഫിയുടെ ഒരു നോമിനി എന്നുള്ള രീതിയിലാണ് കഴിഞ്ഞ തവണ ഈ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് പ്രത്യേകിച്ചും ആ ഘട്ടത്തിലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ കേരളത്തിലുടനീളം രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഫാൻസ് ഉണ്ടായിരുന്നു. രാഹുൽ മാങ്കൂട്ടം ആ രീതിയിലുള്ള ഒരു നേതാവായി. അതുകൊണ്ടൊക്കെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലാത്ത പെണ്ണുകേസിന്റെ പേരിൽ പെടുത്തിയത്. അത് വേറൊരു കാര്യം ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വ്യക്തി പ്രഭാവം, ആ ഒരു പ്രസരിപ്പുള്ള അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിലെ ഏറ്റവും പ്രബലനായ ഏറ്റവും ശക്തനായ നേതാവ് എന്നുള്ള രീതിയിൽ രാഹുൽ മാങ്കൂട്ടം 18,840 വോട്ട് അവിടെ നേടിയെന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. കാരണം പ്രത്യേകിച്ചും കൃഷ്ണകുമാർ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ. അവിടെ നിന്ന് നമ്മൾ ഈ തവണത്തേക്ക് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ, ഒന്നാമത്തെ മാറ്റം, അവിടെ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം ആയിരുന്നു പാലക്കാട് മത്സരിച്ചിരുന്നെങ്കിൽ ശോഭ വന്നാലും ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രൻ രക്ഷപ്പെടില്ലായിരുന്നു കേട്ടോ. കാരണം അറിയാലോ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ജനങ്ങളുമായിട്ടുള്ള ഇപ്പോഴും തന്നെ, അതായത് കേരളത്തിലെ മീഡിയ മുഴുവനും രാഹുൽ മാങ്കൂട്ടം ഏറ്റവും വലിയ പെണ്ണുപിടിയനാണ്, ലൈംഗിക വൈകൃതക്കാരനാണ് എന്നൊക്കെ പറയുമ്പോഴും ഒരുപക്ഷെ ഇന്നത്തെ 140 MLA-മാരിൽ ഏറ്റവും കൂടുതൽ ജനസ്വാധീനമുള്ള ജനങ്ങളുടെ ആവേശം, പ്രത്യേകിച്ച് സ്ത്രീകളുടെ അത്രയൊരു ഫാൻസ് ഉള്ള ഒരാളാണ് രാഹുൽ മാങ്കൂട്ടം കേട്ടോ. അപ്പം രാഹുൽ മാങ്കൂട്ടം അല്ല എന്നുള്ളത് കൊണ്ട് അവിടെ രമേശ് പിഷാരടി ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടവുമായി എന്താ പറയാ ആ രീതിയിൽ പരിഗണിക്കാവുന്ന ഒരാളല്ല രമേശ് പിഷാരടി. അയാൾ നല്ലൊരു അഭിനേതാവാണ്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തൊന്നും രമേശ് പിഷാരടി എത്തിയില്ല. അതുകൊണ്ട് തന്നെ
അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും മുൻതൂക്കം എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. പ്രത്യേകിച്ചും അവിടെ ഈ LDFന്റെ ഈ സ്ഥാനാർത്ഥി NMR റസാഖ് എന്ന് പറയുന്ന ആരും അറിയപ്പെടാത്ത ഇത്തരത്തിലൊരു വ്യവസായി അവിടെ വരുന്നതോട് കൂടിയിട്ട് എന്താ പറയാ, നേരത്തേക്കാൾ ദുർബലനായ ഒരു LDF സ്ഥാനാർത്ഥി വരുന്നതുകൊണ്ട് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകും ഇവിടെ വിജയിക്കാൻ പോകുന്നത് ആര് തന്നെയാണ്, ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. അപ്പം VD സതീശൻ ആരോപിക്കുന്നത് പോലെ അവിടെ CPM-ഉം BJP-യും തമ്മിൽ ഒരു അന്തർധാര ഉണ്ട് എന്ന് VD സതീശൻ പറയുന്നു. പക്ഷേ അന്തർധാര ഉണ്ടായാലും ഇല്ലെങ്കിലും അവിടെ വിജയിക്കാൻ പോകുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണ്. അപ്പൊ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഇതിലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കാരണം അത്തരത്തിലുള്ള സംവാദങ്ങളിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കടന്നു പോകാമെന്ന് ഞാൻ കരുതുന്നു. ബാക്കി ഇലക്ഷൻ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.